നിലവിൽ പഞ്ചായത്ത് മെമ്പറാണ്. കോന്നി ഏരിയ കമ്മിറ്റി അംഗമായിട്ട് 36 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. CITU തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ പത്തനംതിട്ടയിൽ അറിയപ്പെടുന്ന ഒരു സഖാവാണ് ശ്രീ N. ലാലാജി അവർകൾ. അദ്ദേഹം ഇന്നു മുതൽ BJPയുടെ അംഗമാണ്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും മുതിർന്ന ഒരു ട്രേഡ് യൂണിയൻ ലീഡർ കൂടിയായിട്ടുള്ള ശ്രീ N. ലാലാജിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ വിഷ്ണു സുരേന്ദ്രൻ നെടുമങ്ങാട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. യുവ നേതാവും ടെക്നോക്രാറ്റും ഒക്കെ ആയിട്ടുള്ള ശ്രീ വിഷ്ണുവിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ദിനകർ കോട്ടക്കുഴി ദളിത് കൂട്ടായ്മയുടെ നേതാവാണ്, സംസ്ഥാന അധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ കോട്ടക്കുഴി സുകുമാരൻ എന്ന UDFന്റെ മുൻ MLA, അദ്ദേഹത്തിൻ്റെ മകനാണ് ദിനകർ കോട്ടക്കുഴി. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ ദളിത് പ്രവർത്തനവും കോൺഗ്രസ് പ്രവർത്തന കുടുംബത്തിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. BJP നമ്മളോട് സംസാരിക്കാനായിട്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും NDAയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ രാജീവേട്ടൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി NDA മുന്നണിയുടെ ഭാഗമായ AIDMK, NCP, DRP, RLD ലീഡർഷിപ്പും അവരുടെ പ്രവർത്തകരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് BJPയിൽ ചേർന്ന എല്ലാ പ്രവർത്തകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ വരാൻ പോകുന്ന 20 ദിവസം ഒരുമിച്ച് പ്രവർത്തിച്ച് NDAൻ്റെയും BJPൻ്റെയും ഒരു ലക്ഷ്യം, വികസിത കേരളം ലക്ഷ്യം, അതിനുവേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് അത് നടപ്പിലാക്കണം എന്ന് ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 2-3 ദിവസമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു പറയുന്നത്, BJPയും NDAയും ഈ ഇലക്ഷൻ ഇറങ്ങി പറയുന്ന ഒരു മുദ്രാവാക്യം, മാറാത്തത് മാറും, ഇനി കേരളം വളരും. ഒരു വികസിത കേരളമാണ് ജനങ്ങളുടെ ആവശ്യം. 70 കൊല്ലം ജനങ്ങൾ തലയിൽ കെട്ടിവെച്ച കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒരു രാഷ്ട്രീയം, വിവാദ രാഷ്ട്രീയം, വികസനമില്ലാത്ത രാഷ്ട്രീയം, തൊഴിലില്ലാത്ത രാഷ്ട്രീയം, പീഡന രാഷ്ട്രീയം, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പം ഒരുമിച്ച് ചെയ്യുന്ന രാഷ്ട്രീയം, നാടിനെ നശിപ്പിക്കുന്ന രാഷ്ട്രീയം, കടത്തിന്റെ രാഷ്ട്രീയം, ഇതെല്ലാത്തിനും മാറ്റാനൊരു സമയമായി ഈ ഇലക്ഷൻ ഞങ്ങൾ കാണുന്നു. ഒരു നിർണായകമായ ഇലക്ഷനാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ടാണ് NDAൻ്റെ എല്ലാ പ്രവർത്തകരും ലീഡർഷിപ്പും കാണുന്നത്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്നോട് മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാനൊരു അന്ന് കൊടുത്തതായിരുന്നു, ഞങ്ങൾ ഈ പാർട്ടി ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് കേരളത്തിന് നന്നാക്കാനും നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ താല്പര്യമില്ല ആരാണെങ്കിലും, ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും ഞങ്ങൾ അവരെ സ്വീകരിക്കും, സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ഇന്നും ഞാൻ പറയുന്നു.